KSEBയെ കുത്തുപാളയടിപ്പിക്കുന്നതിൽ ആസൂത്രണമില്ലായ്മ വലിയ തോതിലുണ്ട്. ജീവനക്കാർക്ക് വാരിക്കോരി ശമ്പളം കൊടുക്കുന്നത് മുതൽ ബോർഡിൽ തോന്നിയതുപോലെ നടക്കുന്ന യൂണിയൻ പ്രവർത്തനവുമെല്ലാം തന്നെ വെല്ലുവിളികളാണ്. കടുത്ത വേനൽക്കാലത്ത് കാര്യങ്ങൾ മുൻകൂട്ടി കാണാതെ നടത്തുന്ന പരിപാടികളാണ് ബോർഡിന് ഇരട്ടി നഷ്ടം സമ്മാനിക്കുന്നത്. ആസൂത്രണമില്ലാതെയും റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ലാതെയും വേനൽക്കാലത്ത് KSEB ഉണ്ടാക്കിയ വൈദ്യുതി വാങ്ങൽ കരാർ വൻ ബാധ്യതയാകുന്ന അവസ്ഥയാണ്. ദിവസേന ഏകദേശം 4 കോടി രൂപയാണ് KSEBക്ക് നഷ്ടമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. കരാർ പൂർത്തിയാകുമ്പോഴേക്കും 200 കോടിയാകും. ഈ ബാധ്യത ജനം വൈദ്യുതി ബില്ലിലൂടെ നൽകേണ്ടിയും വരും. 9.60 രൂപ നിരക്കിൽ ദിവസം 1 കോടി യൂണിറ്റാണ് മെയ് 12 മുതൽ വാങ്ങി തുടങ്ങിയത്. ദിവസേന ചെലവ് 10 കോടി. മഴ പെയ്തതോടെ ഉപഭോഗം കുറഞ്ഞിട്ടും ജൂൺ 30 വരെ കരാർ പ്രകാരം കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നതാണ് നഷ്ടമുണ്ടാക്കുന്നത്. വൈദ്യുതി മിച്ചമായതോടെ 4.5 മുതൽ 5 രൂപ വരെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന കേന്ദ്ര നിലയങ്ങളിൽ നിന്നുള്ള ഏകദേശം 50 ലക്ഷം യൂണിറ്റ് ഉപയോഗിക്കാതെ സറണ്ടർ ചെയ്യുകയാണ്. ഇത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഫിക്സഡ് ചാർജ് നൽകുകയും വേണം. ഇങ്ങനെയുണ്ടാകുന്ന നഷ്ടമാണ് ദിവസം 4 കോടി. വേനൽക്കാലത്തെ അധിക ഉപഭോഗം നേരിടാൻ KSEB മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരുന്നില്ല. ഉഷ്ണതരംഗ സാഹചര്യം ഉണ്ടായപ്പോൾ ദിവസം ശരാശരി 3 കോടി യൂണിറ്റ് അധികം വേണ്ടിവന്നു. ഇതോടെ അങ്കലാപ്പിലായ ബോർഡ് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ അടിയന്തര വിപണിയിൽ നിന്ന് യൂണിറ്റിന് 9.6 രൂപ നിരക്കിൽ വാങ്ങാൻ കരാറുണ്ടാക്കി. കേരളത്തിലെത്തുമ്പോൾ അത് 10 രൂപയാകും. അടിയന്തര വിപണിയിൽ വൻവില നൽകേണ്ടി വന്നാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം വാങ്ങുന്നതാണ് പതിവ്. KSEB ചെയ്തത് ജൂൺ 30 വരെ കരാർ ഉണ്ടാക്കുകയായിരുന്നു. അതുവരെ വാങ്ങിയേ പറ്റൂ. ജൂണിൽ മഴ പെയ്യുമെന്ന് അറിയാമായിരുന്നിട്ടും ഇങ്ങനെ കരാർ ഉണ്ടാക്കിയതാണ് വിചിത്രം. സർക്കാരിന്റെ വാക്കാലുള്ള അനുമതിയോടെയാണ് ഈ കരാർ. വൈദ്യുതി വാങ്ങൽ കരാറുകൾ റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കണം. അടിയന്തര സാഹചര്യത്തിൽ അനുമതിയില്ലാതെ വാങ്ങേണ്ടി വന്നാൽ പിന്നീട് അത് കമ്മീഷനെ അറിയിച്ച് അംഗീകാരം നേടണം. എന്നാൽ ഈ കരാറിനെ പറ്റി കമ്മീഷനെ ഇതുവരെയും അറിയിച്ചിട്ടുമില്ല. നേരത്തെ അദാനി അടക്കം 3 കമ്പനികളിൽ നിന്ന് ഹ്രസ്വകാല കരാറിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള KSEB നീക്കം വിവാദമായി മാറിയിരുന്നു. വേനൽക്കാലത്ത് വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കരാർ അംഗീകരിക്കണമെന്നായിരുന്നു ആവശ്യം. ഈ ആവശ്യത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ വിയോജിക്കുകയും ചെയ്തിരുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുന്നതിന് ഇത്തരം ഹ്രസ്വകാല കരാറിലൂടെ കൂടുതൽ വൈദ്യുതി വാങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നായിരുന്നു KSEB പ്രതിനിധികൾ അന്ന് വാദിച്ചത്. വിമർശനങ്ങൾ ഉയർന്നു വന്നതോടെ നേരത്തെ റദ്ദാക്കിയ 4 ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ KSEBക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ തുകയെല്ലാം തന്നെ ജനങ്ങളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും.